ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ദാ ഈ കാണിക്കുന്നത് റോസിഡ യെല്ലോയുടെ ഫ്ലവറാണ്. ഫ്ലവർ ആയത് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഏതൊക്കെ പ്ലാന്റാണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണാം. ഇത് ആദ്യമായി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അരേലിയയുടെ ഗ്രീൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ബുഷായിട്ടിരിക്കുന്ന പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 30 രൂപയാണ്. നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട്. വെരിഗേറ്റഡ് ഡീഫോട് കൂടിയ ഈ വലിപ്പത്തിലുള്ള അരേലിയ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതിനും റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ 2 കളറ് പ്ലാന്റ് ഇടകലർത്തി വയ്ക്കുമ്പോൾ കാണാൻ നല്ല മനോഹരമായിരിക്കും. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 30 രൂപയാണ്. അത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്ലാന്റാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്തോളൂ. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഇത് നമുക്ക് പേരൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് ആഫ്രിക്കൻ മല്ലിയുടെ പ്ലാന്റ്സ് നമ്മൾ വീണ്ടും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആവശ്യക്കാരുള്ളൊരു പ്ലാന്റാണ്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് 45 രൂപയാണ് കേട്ടോ. അടുത്തത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഗോൾഡൻ കളർ ലീഫോട് കൂടിയ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ബോർഡറായിട്ട് സെറ്റ് ചെയ്യാം. തറയിൽ വയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അരേക്കപ്പാമിൻ്റെ തൈകളാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ്. അത് 2-3 ഷൂട്ട് എന്തായാലും കാണും. റേറ്റ് വരുന്നത് 80 രൂപയാണ്. ആവശ്യക്കാർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം. അടുത്തതും ഒരു പാം വെറൈറ്റിയാണ്. സയാഗ്ര പാമിൻ്റെ തൈകളാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം. ഇനി DTDC വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റ്സുകൾ അയക്കുന്നതായിരിക്കും. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ മെലസ്റ്റോമയുടെ തൈകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഒരു കുഞ്ഞു പൂമരമായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ പോകുന്ന ഒരു ചെടിയാണ്. അടുത്ത് അഗ്ലോണിമയുടെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഈ വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്തത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അത് ഈ പിങ്ക് കളറിലുള്ള ഷെയ്ഡ് വരുന്ന സിങ്കോണിയത്തിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഔഷധ ഗുണമുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഒരിക്കൽ വാങ്ങി വയ്ച്ചാൽ പിന്നെ ഇതിൻ്റെ കട്ടിങ് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ നന്ദിയാർ വട്ടത്തിൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. വെളുത്ത ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാകുന്നത്. ഫ്ലവേഴ്സിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ നന്ദിയാർ വട്ടത്തിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതാണ് ഇതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും. ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും കൂടുതൽ ഭംഗി. തറയിൽ നട്ടാൽ നല്ലവണ്ണം ബുഷായിട്ട് വളർന്നു വരും. റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത് ഫിലോഡോണ്ടൻ ബ്രസീലിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. മുള്ളാത്തയുടെ തൈകളാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. 40 രൂപയെ വില വരുന്നുള്ളൂ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ഹൈഡ്രാഞ്ചിയുടെ തൈകൾ നമുക്ക് വീണ്ടും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ബുഷി പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഇത് 2-3 ഷൂട്ടൊക്കെ കാണും. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. നീല കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. 1-1.5 മാസം ഒരേ കണക്ക് തന്നെ ഈ ഫ്ലവേഴ്സ് നിൽക്കും. അടുത്തത് ചേഞ്ചിങ് റോസിൻ്റെ തൈകളാണ്. ഒരു ചെടിയിൽ തന്നെ 2 നിറത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചേഞ്ചിങ് റോസിൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട്. ഇത് പണ്ട് കാലം മുതലേ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ നല്ല ട്രെൻഡായി നിൽക്കുന്നുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്തതും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നറിയപ്പെടുന്നത് ഈ നീല കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന സുന്ദരി നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിൽ ചെയ്യുന്നത്. അടുത്ത് നല്ല റേറ്റ് വരുന്ന മൊസന്ത വൈറ്റിൻ്റെ തൈകൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടിയിലുള്ള വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഈ കാണിക്കുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഒരുപാട് പേര് ചോദിച്ച വയലറ്റ് പേരയുടെ തൈകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇതിൻ്റെ അകവശം വയലറ്റ് കളറായിരിക്കും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ പേരയ്ക്കൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ലക്നൗ പേരയുടെ തൈകളാണ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ്. ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല വലുപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബേറാപ്പിളാണ്. ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ബേറാപ്പിളിൻ്റെ ഇതുപോലുള്ള ഫ്രൂട്ട് വന്ന തൈകളാണ്
സെയിൽ ചെയ്യുന്നത്. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. ഈ കാണിക്കുന്നത് ഗ്രീൻ വെറൈറ്റിയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. റേറ്റ് വരുന്നത് 150 രൂപ. ഇതിൻ്റെ തന്നെ റെഡും നമുക്ക് സെയിലിനായിട്ടുണ്ട്. റേറ്റ് രണ്ടും സെയിം ആണ്, 150 കേട്ടോ. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്ട്രോബെറി പെരയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതുപോലത്തെ പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് 75 രൂപയാണ്. റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത്. അടുത്തത് ആപ്പിൾ ചെമ്പയുടെ തൈകൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഒരുപാട് ആവശ്യക്കാരുള്ളൊരു പ്ലാന്റാണ്. ആപ്പിൾ ചെമ്പ റെഡാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇതെല്ലാം എയർ ലെയർ ചെയ്ത തൈകളാണ്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ പെട്ടെന്ന് തന്നെ കായ്കൾ പിടിക്കും. അടുത്തത് സീഡ്ലെസ് ചാമ്പയുടെ തൈകളാണ് കേട്ടോ. നാടൻ വെറൈറ്റിയാണ്, പക്ഷേ കുരു കാണത്തില്ല എന്നേ ഉള്ളൂ. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 45 രൂപ. അതിൻ്റെ തന്നെ വലിയ ടൈപ്പാണ്. ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇതും സീഡ്ലെസ് ചാമ്പയാണ്. അതിൻ്റെ വലിപ്പം കൂടിയ സൈസാണ്. അടുത്ത് കുടംപുള്ളിയുടെ തൈകൾ, അതായത് ബഡ് ചെയ്ത കുടംപുള്ളിയുടെ തൈകൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. റേറ്റ് വരുന്നത് 140 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഒരുപാട് പേര് ചോദിച്ച പൂച്ചപ്പഴത്തിൻ്റെ തൈകൾ വീണ്ടും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താം. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത നിത്യകല്യാണിയുടെ തൈകൾ വീണ്ടും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫ്ലവേഴ്സ്. ഇതിൽ പിങ്ക് കളറുള്ള മുട്ടകളായിരിക്കും വരുന്നത്. പിന്നെ അത് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് വിരിയും. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതുപോലുള്ള മുട്ടുകളൊക്കെ ഉള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫിലോഡെൻഡ്രോണിൻ്റെ ഈ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് ഇതുപോലെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 100 രൂപയാണ്. ആവശ്യക്കാർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ പേര് പറഞ്ഞാലും മതിയാവും. അടുത്ത അഗ്ലോണിമയുടെ ഈ വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. റെഡ് കളറിലുള്ള ഷെയ്ഡ്, അതായത് ഈ ലീഫിൽ റെഡ് കളറിലുള്ള വരകളൊക്കെ നല്ലവണ്ണം കയറി വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ പൊട്ടി മുളച്ച് വരുന്നതാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. നമ്മളിത് കൊടുക്കുന്നത് 160 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തത് എവർഗ്രീൻ്റെ പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള തൈകളാണ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റാണ്. നല്ലവണ്ണം ക്രീപ്പറായിട്ട് പോകും. റേറ്റ് വരുന്നത് 130 രൂപയാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ. അമേരി പിയോണിയുടെ ട്യൂബേഴ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഈ കാണിക്കുന്ന ട്യൂബർ 180 രൂപയാണ്. നല്ലതുപോലെ റൂട്ടൊക്കെ വന്നതാണ്. ഇതെങ്ങനെ നട്ടാലും ഇത് പിടിക്കും. കോയിൻ ലീഫൊക്കെ വന്ന് തുടങ്ങിയ ട്യൂബേഴ്സാണ്. അപ്പോൾ തുടക്കക്കാർക്ക് വാങ്ങി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് അമേരി പിയോണി. ഇത് അതിൻ്റെ തന്നെ 100 രൂപയ്ക്ക് കൊടുക്കുന്ന വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇനിയുള്ളതെല്ലാം 100 രൂപയുടെ ട്യൂബേഴ്സാണ്. 180, 100 അതാണ് റേഞ്ച്. അപ്പോൾ ആവശ്യക്കാർ ഓർഡർ തരുമ്പോൾ ഇന്ന റേറ്റിലുള്ള പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. ട്യൂബർ വേണമെന്ന് പറഞ്ഞാൽ മതി. അടുത്തത് കർണയാണ് കേട്ടോ. ട്രോപ്പിക്കൽ വെറൈറ്റിയായ കർണയുടെ ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട്. ഈ കാണിക്കുന്നത് 280 രൂപയുടെ ട്യൂബറാണ്. വലിയ ട്യൂബറാണ്. അത്യാവശ്യം 4-5 ഗ്രോ ടിപ്പുണ്ട്. ബഡ് വന്നതാണ് കേട്ടോ. ബഡ് കാണുന്നുണ്ട്. ഇതാണ് റേറ്റ് 280 രൂപയാണ്. അപ്പോൾ ഈ ട്യൂബർ ആവശ്യമുള്ളവർക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ വയ്ക്കും കേട്ടോ. അടുത്ത് ഇതിൻ്റെ തന്നെ ചെറിയ ട്യൂബർ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ കാണിക്കുന്നതാണ്. 2-3 ഗ്രോ ടിപ്പൊക്കെ ഉണ്ട്. റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇതായിരിക്കും സൈസ്. 130 രൂപയുടെ ട്യൂബറാണ് ഈ കാണിക്കുന്നത്. കർണയാണ്. നല്ല ഫ്ലവറാണ് കർണ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ കർണ. ഇതെല്ലാം 130ൻ്റെ വെറൈറ്റിയാണ്. ഒരു 4 ട്യൂബർ കാണത്തുള്ളൂ 130ൻ്റെ. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. പിന്നെ DTDC കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ പ്ലാൻസുകൾ നമ്മൾ അയച്ചു തരുന്നത്. അക്കൗണ്ട് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഇനിയും പുതിയ വെറൈറ്റി പ്ലാൻസുകളായി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല പ്ലാൻസുകളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.